MT എന്ന രണ്ടക്ഷരം ഇനിയില്ല. കഥയുടെ പെരുന്തച്ഛൻ യാത്രയായിരിക്കുന്നു മലയാളത്തെ MT ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ചു. സാഹിത്യത്തിൽ MT കൈവയ്ക്കാത്ത മേഖലയില്ല. ചെറുകഥയായാലും നോവലായാലും തിരക്കഥയായാലും സംവിധാനം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രതിഭയായിരുന്നു. 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം. പഠനം കുമാരനെല്ലൂർ സ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലുമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഡിറ്ററായിരുന്നു. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായാണ് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, കഥയുടെ തമ്പുരാനാണ് വിട വാങ്ങിയിരിക്കുന്നത്. നോവലായാലും ചെറുകഥയായാലും സിനിമാ മേഖലയായാലും കൈവച്ച മേഖലകളൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരനാണ്, അതുല്യ പ്രതിഭയാണ് വിട വാങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ആതിര, സാഹിത്യരംഗത്തെ ഒരു യുഗത്തിന് തന്നെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കാരണം എത്രയോ കാലമായി അല്ലെങ്കിൽ മലയാള സാഹിത്യ രംഗത്തെ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര രംഗത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച ഒരു പ്രതിഭയുടെ അന്ത്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ആ ഒരു MT എന്ന ആ ഒരു രണ്ടക്ഷരം ഇനിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാഹിത്യത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലാണെങ്കിലും MT കൈവയ്ക്കാത്ത മേഖലകളില്ല. അതിനെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ ഊന്നി പറയുന്നു. എന്തായാലും വലിയൊരു യുഗത്തിന് അല്ലെങ്കിൽ സാഹിത്യരംഗത്തെ വലിയൊരു അതികായനാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്, ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ 1933 MTയുടെ ജനനം. പാലക്കാട് കൂടല്ലൂരിലായിരുന്നു ജനനം. പിന്നീട് പാലക്കാട് കുമരനെല്ലൂർ സ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലുമായി തുടർ വിദ്യാഭ്യാസങ്ങളെല്ലാം പൂർത്തിയാക്കി. അതിനുശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്നു. മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായിട്ടായിരുന്നു MT തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചത്. പിന്നീട് കൂടുതലും സാഹിത്യ രംഗത്ത് തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ തെളിയിച്ചതെല്ലാം അല്ലെങ്കിൽ സാഹിത്യ രംഗത്ത് താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മികച്ച രീതിയിൽ ഒരു പ്രവർത്തനം തന്നെ അദ്ദേഹത്തിന് സാഹിത്യ രംഗത്ത് കാഴ്ചവെക്കാൻ സാധിച്ചു. 1933 അദ്ദേഹം ജനിച്ചു. 1948 അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ വിഷു ആഘോഷം എന്നുള്ളത് ആദ്യം അത് പുറത്തിറങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ 1948 ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ പുറത്തു വരുന്നത്. മികച്ച രീതിയിൽ തന്നെ ചെറുപ്രായത്തിലെ തന്നെ സാഹിത്യത്തിൽ വളരെയധികം താല്പര്യം കാണിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. പിന്നീട് 20-ാം വയസ്സിൽ മികച്ച മലയാള ചെറുകഥയ്ക്കുള്ള പുരസ്കാരവും അദ്ദേഹം നേടി. ആദ്യ ചെറുകഥ സമാഹാരം എന്ന് പറയുന്നത് 1952 പുറത്തിറങ്ങിയ രക്തം പുരണ്ട മണൽത്തരികളാണ്. പിന്നീട് 1957 ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചവും പുറത്തിറങ്ങി. 9 നോവലുകളും 19 ചെറുകഥാ സമാഹാരങ്ങളുമാണ് MTയുടെ തൂലികയിൽ പിറന്നത്. അതിൽ 9 എണ്ണവും ഒന്നിനൊന്ന് മികച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ ഏറെ ജനശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ലോക ശ്രദ്ധ നേടിയ ഒരു നോവലാണ് രണ്ടാം ഊഴം. അതായത് മഹാഭാരതം എന്ന ഒരു ഇതിഹാസത്തിനെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സാഹിത്യകാരൻ കണ്ടതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു രണ്ടാം ഊഴം എന്ന് പറയുന്ന ആ ഒരു നോവൽ എന്ന് പറയുന്നത്. അത് വളരെ മികച്ച രീതിയിലാണ് ലോകത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള സാഹിത്യ പ്രേമികളുടെ അടുത്തേക്ക് ആ ഒരു നോവൽ എത്തിച്ചേർന്നത്. എന്തായാലും അത് മാത്രമല്ല, നിരവധി നോവലുകൾ, അറബി പൊന്നാകട്ടെ അല്ലെങ്കിൽ അസുരവിത്താകട്ടെ അല്ലെങ്കിൽ പാതിരാവും പകൽ വെളിച്ചവുമാകട്ടെ അല്ലെങ്കിൽ കാലമാകട്ടെ മഞ്ഞാകട്ടെ, അതിൽ ഓരോന്നും ഓരോ വരികളും അന്തസത്ത ചോരാതെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് എത്രത്തോളം കാണികൾക്ക് അല്ലെങ്കിൽ ആസ്വാദകർക്ക് വായനക്കാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതേ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് രചിച്ചതായിരുന്നു ആ ഓരോ നോവലുകളും. എന്തായാലും അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ഏറെ നാളായി ആശുപത്രിയിൽ ചികിത്സയിലായി കിടക്കുകയായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ സാഹിത്യരംഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് മാത്രമല്ല അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ളത്, ചലച്ചിത്ര മേഖലയിലും വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡ് വരെ നേടിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിർമാല്യമാകട്ടെ, ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രംഗത്ത് എപ്പോഴും എടുത്തു നിർത്താൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് നിർമാല്യം എന്ന് പറയുന്നത്. അത് ദേശീയ അവാർഡ് നേടിയ ചിത്രമാണ്. അതിൻ്റെ കഥാതന്തുവൊന്നും പിന്നീടൊന്നും ഇപ്പോഴും ചർച്ച ചെയ്യാൻ പറ്റാത്തത്രയും പോലും രൂക്ഷമായൊരു കഥാതന്തുവായിരുന്നു അതിൻ്റേത്. തീർച്ചയായും അത് അന്നേ ആ ഒരു സമയത്തെ കണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഇന്ന് ഈ ലോകത്തിന് വന്നേക്കാം എന്ന് കണ്ടിരുന്ന ദീർഘദർശിയായ ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു MT വാസുദേവൻ നായർ എന്നുള്ളത് കൂടി തന്നെ
എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 54 സിനിമകൾക്കാണ് അദ്ദേഹം തിരക്കഥ എഴുതിയത്. 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തു. മാത്രമല്ല സാഹിത്യ പുരസ്കാരങ്ങളിലേക്ക് വരുമ്പോൾ നിരവധി പുരസ്കാരങ്ങളാണ് ജ്ഞാനപീഠമടക്കം അദ്ദേഹത്തിന് ലഭിച്ചത്. 33 പുരസ്കാരങ്ങളാണ് സാഹിത്യ പുരസ്കാരങ്ങളുടെ ഒരു പട്ടികയിൽ നമ്മൾ പറയേണ്ടത്. 1995 ജ്ഞാനപീഠവും 2011 എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹം നേടി. 1958 നാലുകെട്ടിന് അദ്ദേഹത്തിൻ്റെ നോവലായ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1970 നോവലായ കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. സിനിമാ പുരസ്കാരങ്ങളിലേക്ക് വരുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 21 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയത്. 9 ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരങ്ങൾ, 7 മറ്റ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ. നിർമാല്യത്തിനാകട്ടെ ഞാൻ എടുത്തു പറഞ്ഞു, നിർമാല്യത്തിന് 1973 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. മാത്രമല്ല 3 സംസ്ഥാന പുരസ്കാരങ്ങളും ആ കൊല്ലം നിർമാല്യം നേടി. മികച്ച തിരക്കഥയ്ക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ നേടി. അതിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ നിർമാല്യം പോലെ തന്നെ ഇന്നും ഏറെ ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നൊരു ചിത്രം കൂടിയാണ് ഒരു വടക്കൻ വീരഗാഥ, അല്ലെങ്കിൽ കടവ്, സതയം, പരിണയം എന്ന് പറയുന്നത്. അതിലെ ഓരോ കഥാതന്തുക്കളും അല്ലെങ്കിൽ അത് എത്തരത്തിലാണ് ആ ഒരു പ്രേക്ഷകന്റെ ഉള്ളുലയ്ക്കുക എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് ആ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. എത്തരത്തിലാണ് ഒരു പ്രേക്ഷകനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമാസ്വാദകനെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ ഉള്ളുലയ്ക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, വാക്പ്രയോഗങ്ങൾ, സാഹിത്യ രീതികളെല്ലാം കൃത്യമായി പാലിച്ചു പോന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നുകൂടി എന്തായാലും പറഞ്ഞു. 2005 പത്മഭൂഷൺ നേടി രാജ്യം ആദരിച്ച വ്യക്തിയാണ്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് കൂടുതലും സാഹിത്യ രംഗത്ത് നിന്നും വരുന്ന ആളുകൾക്ക് സിനിമാ മേഖല എപ്പോഴും വിട്ടു നിൽക്കുന്ന ഒരു രംഗമാണ്. കാരണം സാഹിത്യ രംഗത്തിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്ന ആളുകളിൽ ഏറ്റവും അധികം വിജയം രുചിച്ചിട്ടുള്ളത് എം ടി വാസുദേവൻ നായർ ആണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം സാഹിത്യരംഗവും ചലച്ചിത്ര രംഗവും രണ്ടും 2 രംഗമായി അല്ലെങ്കിൽ 2 മേഖലയായി കണ്ടിരുന്നവരായിരുന്നു ഒരു കാലത്ത് മലയാളികൾ എന്ന് പറഞ്ഞത്. എന്നാൽ അതിനെയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എം ടിയുടെ മികവ് എന്ന് പറയുന്നത്. കാരണം ഒരേ സമയം സാഹിത്യരംഗത്തും അതേസമയം ചലച്ചിത്ര മേഖലയ്ക്കും നല്ല സംഭാവനകൾ നൽകാൻ എം ടിക്ക് സാധിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ആ ഒരു 2 അക്ഷരം എം ടി എന്ന സാഹിത്യരംഗത്തെ പെരുന്തച്ഛൻ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുരസ്കാരങ്ങളാകട്ടെ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളാകട്ടെ അദ്ദേഹം സമ്മാനിച്ച തിരക്കഥകളാകട്ടെ എല്ലാം ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഇനിയും എത്രയോ കാലം അല്ലെങ്കിൽ മനുഷ്യനുള്ളിടത്തോളം കാലം എം ടി എന്ന പേര് അല്ലെങ്കിൽ എം ടി നൽകിയ സംഭാവനകൾ എന്നും കാലം ഓർത്തിരിക്കും. എന്തായാലും ഈ ഒരു വൈകുന്നേരം കൊണ്ട് മഞ്ഞ് എന്നുള്ളൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും 9 നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിൽ ഒരു നോവൽ കൂടിയാണ് മഞ്ഞ് എന്ന് പറയുന്നത്. തീർച്ചയായും ആ ഒരു നോവലെല്ലാം ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നു. അത്തരത്തിലുള്ള നോവലുകളാകട്ടെ, സൂചിപ്പിച്ച പോലെ 2-ാം ഊഴം ആകട്ടെ, അങ്ങനെ നോവലുകൾ കൊണ്ടും അതിലെ വാക്കുകൾ കൊണ്ടും അതിലെ മികച്ച വരികൾ കൊണ്ടും മികച്ച സാഹിത്യ രീതി കൊണ്ടും ശൈലി കൊണ്ടുമെല്ലാം ഇനിയും എത്രയോ കാലം എം ടിയെ ഓർത്തിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആതിര.